ഹായ് ഹലോ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഷീൻസ് ക്രേസി ക്രേവിങ്സ് എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. എല്ലാവരും ക്യാബേജ് വട കഴിച്ചിട്ടുണ്ടോ? ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കിയിരിക്കുന്നത് ക്യാബേജ് കൊണ്ടുള്ള വടയാണ്. അതിന് വേണ്ടിയിട്ട് ഞാനൊരു ക്യാബേജിൻ്റെ ചെറിയൊരു ഭാഗം കട്ട് ചെയ്തെടുത്തിട്ട് ഇതുപോലെ സ്ലൈസ് ചെയ്തരിഞ്ഞ് വെച്ചിട്ടുണ്ട്. കനം കുറച്ചരിയണം. അതിന് വേണ്ടിയിട്ട് 2 സവാളയും കൂടെ ആദ്യം അരിഞ്ഞൊന്ന് വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് ഒന്നിച്ച് ചേർത്ത് ഈ ക്യാബേജും സവാള അരിഞ്ഞതും എല്ലാം നീളത്തിലാണ് അരിഞ്ഞിരിക്കുന്നത്. കുറച്ച് ഉപ്പും ചേർത്ത് 1 ടീസ്പൂൺ ഉപ്പാണ് എടുത്തിരിക്കുന്നത്. അതും കൂടെ ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് തിരുമ്മി ഇളക്കി വെക്കണം. കൈ കൊണ്ട് നന്നായിട്ടൊന്ന് തിരുമ്മി ഇളക്കി വെക്കുക. വെച്ച് കഴിയുമ്പോഴേക്കും അതിനകത്തെ വെള്ളമെല്ലാം കുറച്ച് കഴിയുമ്പോൾ ഇറങ്ങി വരും. അപ്പം നമുക്ക് ഒരു അരമണിക്കൂർ അങ്ങനെ വെക്കണം. അപ്പം കുറച്ചുകൂടെ സോഫ്റ്റായി കിട്ടും. അപ്പം നമ്മളിനി അത് നന്നായിട്ടൊന്ന് പിഴിഞ്ഞ് ഇതിൻ്റെ വെള്ളമെല്ലാം കൂടെ എടുത്ത് മാറ്റി ഒന്ന് മാറ്റിയെടുക്കുക. അപ്പോൾ ഇത്രയും വെള്ളം എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ഇത്രയും ക്യാബേജും സവാള എല്ലാം കൂടെ ആക്കിയത് ഞാനെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ കുറച്ചുകൂടെ നല്ലതായിട്ട് സോഫ്റ്റായിട്ട് നമുക്ക് നന്നായിട്ട് കിട്ടും. നമുക്ക് ഉള്ളിവട ഉണ്ടാക്കുന്ന പോലെ തന്നെയാണ് ഇത് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇത് ഞാനൊരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇത് ഞാനെടുത്ത് വെച്ചിരിക്കുന്ന ഇഞ്ചിയും പച്ചമുളകും കറിവേപ്പിലയുമാണ്. അത് ആവശ്യത്തിനായിട്ട് നമുക്ക് എരിവിന് ആവശ്യത്തിനുള്ളത് ഇഞ്ചിയും പച്ചമുളകും എടുത്ത് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ കായപ്പൊടിയും കൂടെ ഇട്ട് കൊടുത്ത്, പിന്നെ ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് അത് അങ്ങനെ തന്നെ മണികളായിട്ട് തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ മുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് കൈ കൊണ്ടൊന്ന് തിരുമ്മി കൊടുക്കാം. സ്പൂൺ ഇട്ട് ഇളക്കിയാൽ ഇത് പിടിക്കത്തില്ല. തിരുമ്മി കഴിഞ്ഞതിന് ശേഷം 1 കപ്പ് മൈദ ഇട്ട് കൊടുത്തിട്ട് ഒരു 1/2 ടീസ്പൂൺ ഉപ്പും കൂടെ ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് കൈ കൊണ്ട് നന്നായിട്ടൊന്ന് ആദ്യം ഒന്ന് തിരുമ്മി വയ്ക്കുക. അതെല്ലാം ഒന്ന് നന്നായിട്ടൊന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി 1 ടേബിൾ സ്പൂൺ വെള്ളം ആദ്യം നമുക്കൊന്ന് ഒഴിച്ചു കൊടുത്ത് നോക്കാം. എന്നിട്ട് നന്നായിട്ട് കൈ കൊണ്ട് ഇളക്കി നോക്കാം. അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് നന്നായിട്ട് ഇതുപോലെ തന്നെ തവയും കൊണ്ട് നോക്കുമ്പോൾ നമുക്ക് എടുക്കാൻ പറ്റും. ആ ഒരു പരുവത്തിൽ മതി. കൂടുതൽ മൈദ ഒന്നും ഞാൻ ചേർത്തിട്ടില്ല, അത്ര മതിയാവും. ഇനി നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ചീനച്ചട്ടിയാണ് വെച്ചിരിക്കുന്നത്. എണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് ഇത് ആദ്യം ഒന്ന് എണ്ണ ചൂടായാൽ നമുക്ക് നോക്കാം. ഞാൻ ഒരുപാട് എണ്ണയൊന്നും എടുത്തിട്ടില്ല. നമുക്കിത് 1-2 ആയിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത്. ഒരുപാട് എണ്ണയൊന്നും എടുക്കുന്നില്ല. അപ്പോൾ കൂടുതലിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എണ്ണ കൂടുതൽ വേണ്ടി വരും. അപ്പോൾ ഇതുപോലെ ഞാൻ ഉണ്ടാക്കുന്നുള്ളൂ, ഒരുപാട് ഉണ്ടാക്കുന്നില്ലല്ലോ. അപ്പോൾ ആവശ്യത്തിന് മാത്രമേ എടുക്കുന്നുള്ളൂ. അപ്പോൾ ഇങ്ങനെ ഓരോന്നായിട്ട് നമുക്ക് ഒരു ചെറിയ ഹോളുള്ള തവിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇതൊന്ന് ഇട്ട് കൊടുക്കാനായിട്ട് നടുക്കൊരു കുഴി പോലെ കൊടുത്തിട്ട് ഇട്ട് കൊടുത്ത് ഇതുപോലെ ഓരോന്നായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. 1-2 എണ്ണമായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ എൻ്റെ ചാനൽ ഇതുവരെ കണ്ടിട്ടില്ലാത്തവരൊന്ന് കണ്ടിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അടുത്തുള്ള ബെൽ ബട്ടണും കൂടെ ഒന്ന് പ്രസ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. എൻ്റെ വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ. അതുപോലെ തന്നെ ഷെയർ ചെയ്യുക, കമൻ്റ് അറിയിക്കുക. അപ്പോൾ ഞാനിതെല്ലാം ഇതുപോലെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. വളരെ നല്ല ഉള്ളിവടയെക്കാട്ടിലും നല്ല ടേസ്റ്റാണ് ക്യാബേജ് വട. ഒന്ന് ഉണ്ടാക്കി നോക്കണേ. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരേക്കും എല്ലാവർക്കും ബായ്.